നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. കളിയിലേക്ക് വരുന്നതിന് മുമ്പ് ലുങ്കിയങ്കീഡിയുടെ കാര്യം, അദ്ദേഹം ആ ബോളിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ തലയടിച്ച് വീണു. ആംബുലൻസ് ഗ്രൗണ്ടിലേക്ക് വന്നു. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആശ്വാസകരമാണ്. ഈസ് ഫൈൻ. അധികം വൈകാതെ അദ്ദേഹം തിരികെ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഗെറ്റ് വെൽ സൂൺ ലുങ്കിയങ്കീഡി. പിന്നെ കളിയിലേക്ക് വന്നാൽ, ഈ കളി DC തോൽക്കാൻ ഒരു പ്രധാന കാരണം കരുൺ നായരാണ്. ശ്രേയസ് അയ്യരുടെ ക്യാച്ച് തുടരെ 2 ക്യാച്ചുകൾ കുത്തനെ ഉയർന്നത്, ഈസിലി എടുക്കേണ്ട ക്യാച്ച് അദ്ദേഹം ഡ്രോപ്പ് ചെയ്തു. അവിടെ തീർന്നു DCയുടെ പ്രതീക്ഷകൾ. പക്ഷേ ആ ക്യാച്ച് വിട്ടു എന്നത് മാത്രം വെച്ചിട്ടല്ല PBKS വിജയിച്ചത്. അത് PBKS ടീമിൻ്റെ ശക്തി തന്നെയാണ്. 20 ഓവറിൽ 2 വിക്കറ്റിന് 264 എന്ന വമ്പൻ സ്കോർ DC ഉയർത്തിയപ്പോൾ സ്റ്റുഡിയോയിൽ ഞാനും ഷാഹുലും ഇരുന്ന് ഇങ്ങനെ കളി കാണുമ്പോൾ ഷാഹുൽ പറഞ്ഞു, ഇനിയിപ്പോൾ നോക്കാനില്ല, PBKS ഈ കളി തോൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും പറയാൻ പറ്റില്ല, പ്രഭ്സിമ്രാൻ സിംഗും പ്രിയാൻ ഷാരിയുമാണ് ഓപ്പണർമാർ. അവന്മാർക്ക് ക്ലിക്കായി കഴിഞ്ഞാൽ 10 ഓവറിൽ 150 അടിക്കും. അപ്പോൾ ഷാഹുൽ പറഞ്ഞു, അങ്ങനെ വന്നാൽ പിന്നെ ബാക്കി അയ്യർ നോക്കിക്കൊള്ളുന്നു. 10 ഓവറിൽ 150 ആകുന്നത് വരെ അവർ രണ്ടുപേരും ക്രീസിലുണ്ടായിരുന്നില്ല. പക്ഷേ അതിനടുത്തേക്ക് സ്കോർ പോയിരുന്നു. ബാക്കി അയ്യർ നോക്കുകയും ചെയ്തു. അതോടുകൂടി സംഭവിച്ചതോ റെക്കോർഡ് ചേസാണ്. IPL റെക്കോർഡ് ചേസിലൂടെ DCയെ പരാജയപ്പെടുത്തിക്കൊണ്ട് PBKS അവരുടെ അശ്വമേധം തുടരുകയാണ്. യെസ്, ഹംബോ PBKS സഹിക്കാൻ പറ്റുന്നില്ല, എതിരാളികൾക്ക് താങ്ങാൻ പറ്റുന്നില്ല അവരെ. 18.5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം അവർ മറികടന്നു. 6 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയത്തിലേക്ക് അവർ കടന്നുപോയി. സംഭവം DC തോറ്റു. എന്നാലും KL രാഹുലിന് കൈയടിക്കണം. ചരിത്രത്തിൽ IPL മത്സരത്തിൽ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് അദ്ദേഹം ഇന്ന് നേടിയത്. അദ്ദേഹം 67 പന്തുകളിൽ നിന്ന് 16 ഫോറും 9 സിക്സറും അടക്കം 226.87 സ്ട്രൈക്ക് റേറ്റിൽ 152 റൺസാണ് അടിച്ചത്. വിശദമായിട്ട് ഇന്നിങ്സ് ബ്രേക്കിന് സമയത്ത് നമ്മൾ പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. പത്തു നിസാങ്ക 11 റൺസുമായിട്ട് പോയിരുന്നു. നിതീഷ് റാണ കിടിലൻ പ്രകടനമാണ് അദ്ദേഹത്തിൽ നിന്നും വന്നത്. സെഞ്ചുറിയിലേക്ക് അദ്ദേഹം പോകുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് സാവിയർ ബാറ്റ്ഷറ്റിൻ്റെ പന്തിൽ ശ്രേയസ് അയ്യർ പിടിച്ച് പുറത്തായി. 44 പന്തുകൾ 11 ഫോറും 4 സിക്സും അടക്കം 91 റൺസ്. അങ്ങനെ 264. പക്ഷേ PBKS ആണ് മറുഭാഗത്തുനിന്ന്. അവരുടെ 2 ഓപ്പണർമാർ വെടിക്കെട്ടങ്ങ് തുടങ്ങിയതോടുകൂടി കളി DCയുടെ കയ്യിൽ നിന്ന് പോകും എന്ന സ്ഥിതിവിശേഷമായി. ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് പിരിയുന്ന 7ാമത്തെ ഓവറിലാണ്. പക്ഷേ അപ്പോഴേക്കും അവരുടെ സ്കോർ ബോർഡിൽ 126 റൺസ് വന്നിരുന്നു. 7ാമത്തെ ഓവർ 41ാമത്തെ പന്തിലാണ് പ്രിയാൻ ഷാരിയെ പുറത്താകുന്നത്. അപ്പോഴേക്കും 126 റൺസ് സ്കോർ ബോർഡിൽ വന്നെന്ന് പറഞ്ഞാൽ എജ്ജാതി അടിയായിരുന്നു അത്. 17 പന്തിൽ നിന്ന് 2 ഫോറും 5 സിക്സും അടക്കം 43 റൺസാണ് അദ്ദേഹം നേടിയത്. മറുഭാഗത്ത് പ്രഭ്സിമ്രാൻ സിംഗും അതേപോലെ തന്നെ പോയി. അതേസമയം കൂപ്പർ കനോലിക്ക് ഇന്ന് മികവ് കാണിക്കാൻ പറ്റില്ല. 10 പന്തുകൾ 17 റൺസ് അദ്ദേഹം മടങ്ങിപ്പോയി. പ്രഭ്സിമ്രാൻ്റെ ബാറ്റിൽ നിന്ന് 5 സിക്സറും 9 ഫോറും വന്നപ്പോൾ 26 പന്തുകൾ 292.31 സ്ട്രൈക്ക് റേറ്റ്. ഏത് 292.31 സ്ട്രൈക്ക് റേറ്റ്, നിയർ 300 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 76 റൺസാണ് അടിച്ച് കുൽദീപ് യാദവ് LBWയിൽ കുരുക്കി. പിന്നെ ശ്രേയസ് അയ്യരും നഹാൽ വധേരയും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ശ്രേയസ് തന്നെയാണ് കൂടുതൽ അഗ്രസീവായത്. വധേര 15 പന്തിൽ നിന്ന് 25 റൺസുമായിട്ട് മടങ്ങി. അപ്പോഴാണ് ശ്രേയസിൻ്റെ 2 ക്യാച്ചുകൾ കരുൺ നായർ വിട്ടത്. അതോടുകൂടി തീരുമാനമായി. പിന്നെ ശശാങ്ക് സിംഗ് അദ്ദേഹത്തിൻ്റെ കമിയോ കളിച്ചു. 10 പന്തുകൾ 2 ഫോറും 1 സിക്സും അടക്കം 19 റൺസുമായിട്ട് പുറത്താകുന്നു. ശ്രേയസോ 36 പന്തുകൾ 3 ഫോറും 7 സിക്സും 197.22 സ്ട്രൈക്ക് റേറ്റിൽ 71 റൺസ്. യെസ് PBKS അവരുടെ അശ്വമേധം തുടർന്നു. പിടിച്ചുകെട്ടാൻ ആരുണ്ടെന്നതാണ് ചോദ്യം. കളിച്ച് 7 കളികൾ 6ഉം വിജയിച്ചു. 1 മഴ പെയ്തു പോയി. അതൊഴികെ ബാക്കിയെല്ലാം വിജയിച്ചു. 13 പോയിന്റോടെ 1ാം സ്ഥാനത്ത് വിരാജിക്കുന്നു PBKS. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.